അതായത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ തറക്കല്ലിടാനായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാസ്റ്റർ തറക്കല്ലിടാനായിട്ട് ഓൺലൈനിൽ അങ്ങനെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള സ്കൂൾ കായികോത്സവത്തിൽ 38 വർഷം പഴക്കമുള്ള ഒരു ചരിത്രം ഒരു ഇടുക്കിക്കാരി തിരുത്തി കുറിച്ചിരുന്നു. 100 മീറ്റർ സബ് ജൂനിയർ ഹിറ്റ്സിൽ സ്വർണം നേടിയ ദേവപ്രിയയുടെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. വീട്ടിൽ കുടുംബവും ഒക്കെ ഉണ്ട്. അച്ഛൻ ഷൈബു ചേട്ടനാണ്. ഷൈബു ചേട്ടാ എങ്ങനെയുണ്ട് തണുത്ത്? കുഴപ്പമില്ല, വളരെ നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അവൾ നേടിയെടുത്തിരിക്കുന്നത്. അതിനൊപ്പം മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ദേവപ്രിയയുടെ വീട് ഇല്ല എന്നുള്ള വിഷമം പരിഹരിക്കാൻ ഇവിടുത്തെ CPM ജില്ലാ നേതൃത്വം സെക്രട്ടറി സഖാവ് സേവിയോറീസ് നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ തവണ നമ്മളത് തീരുമാനിച്ചിരുന്നായിരുന്നു. അത് ഓരോ ഘട്ടഘട്ടമായിട്ടാണ് ഓരോന്ന് ചെയ്തു വരുന്നത്. അപ്പം ഇവർ പോയി ഇപ്പം ഇങ്ങനെ മെഡൽ നേടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റീസാവ് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ തറക്കല്ലിടാനായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാസ്റ്റർ തറക്കല്ലിടാനായിട്ട് ഓൺലൈനിൽ അങ്ങനെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു. അതിനിപ്പോൾ റീസാവിനെ നേരിട്ട് വിളിച്ചു. ഇന്നലെ നടന്ന ഇത് സംഭവം കഴിഞ്ഞ് അന്നേരം തന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അതുപോലെ തന്നെ റോമിയോ സഖാവ് സെക്രട്ടേറിയറ്റ് മെമ്പർ റോമിയോ സെബാസ്റ്റ്യൻ പുള്ളി ഇവിടെ വന്നിരുന്നു. വന്ന് അവർ ഇവിടെ ഇല്ല. അവെങ്കിൽ പോലെ തന്നെ എന്താവശ്യത്തിനും പുള്ളിയെയാണ് ഞാൻ എപ്പോഴും ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടല്ല, സഹപാഠികൾ ആദ്യം തന്നെ സഹപാഠിയാണ്. സഹപാഠി അവിടെ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാൽ ഇവിടെ നിന്ന് കൂപിയാക്കാവുന്ന അകലമേ ഉള്ളൂ. അപ്പോൾ സഖാവ് വന്ന് നേരിട്ട് എന്നെ കണ്ട് ഇവിടെ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിളി പോവുകയാണ് ചെയ്തത്. കായികമേളയിൽ ഈ വീട്ടിൽ നിന്ന് മാറ്റുരയ്ക്കുന്നത് ദേവപ്രിയ മാത്രമല്ല, ജ്യേഷ്ഠത്തി ദേവനന്ദ കൂടിയുണ്ട്. ദേവനന്ദ കൂടി ഇവിടെ വീട്ടിൽ കാണാം. അവരുടെ രണ്ടുപേർക്കും കിട്ടിയ സമ്മാനങ്ങളാണ് എന്ന് തോന്നുന്നു അല്ലേ? രണ്ടുപേരും എത്ര നാളായി ഈ കായിക മേഖലയിൽ? ചെറുപ്പം തൊട്ടേ ചെറുക്കം ഇപ്പോൾ ഒരു 5-6 വർഷക്കാലമായി. 4ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. ടിബിൻ സാറാണ് ഇത് കണ്ടുപിടിച്ച് ഇപ്പം നിലവിൽ ഇവരെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ചാക്ക് നിറയെ ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെയാണ്. ഇത് അടുക്കി വയ്ക്കാനൊരു ഇടം പോലുമില്ല എന്നുള്ള വിഷമം ദേവപ്രിയയുടെ കോച്ച് തിരുവനന്തപുരത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വിഷമത്തിനൊരു പരിഹാരമുണ്ടാകുന്നു എന്നുള്ള ആശ്വാസം കൂടി ഈ ചരിത്ര നേട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇടുക്കിക്കാരിയായ ആ പെൺകുട്ടിക്ക് ഉണ്ട്, ആ പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ഈ ചെറിയൊരു വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് ചരിത്രം കുറിക്കുന്ന നേട്ടത്തിലേക്ക് ദേവപ്രിയ എത്തിയത്. ദേവപ്രിയ മാത്രമല്ല, ദേവപ്രിയയുടെ സഹോദരി ദേവനന്ദയും ഇന്ന് കേരള സ്കൂൾ കായികമേളയിൽ മാറ്റുരയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദേവപ്രിയയുടെ അമ്മ കൂടിയുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി, എങ്ങനെയാണ് കാണുന്നത് വിജയത്തെ? ഈ വിജയത്തെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. അതുപോലെ സന്തോഷമായി എനിക്ക്. രണ്ടുപേരും എങ്ങനെയാ കായിക മേളകളിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമാണോ? അതെ, രണ്ടുപേർക്കും താല്പര്യമാണ്. ടിബിൻ സാറാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നത്. ചെറുപ്പത്തിൽ സാറ് അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് സാറ് തന്നെ അവരെ ഈ നിലയിൽ എത്തിച്ചത്. പ്രതീക്ഷിച്ചിരുന്നോ ഈ റെക്കോർഡ് തകർക്കുമെന്ന്? പ്രതീക്ഷിച്ചിരുന്നു. കാരണം ജില്ലാ മത്സരത്തിൽ അവള് നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ. അപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു. 38 വർഷം പഴക്കമുള്ള ചരിത്രമാണ് ദേവപ്രിയ തിരുത്തി കുറിച്ചത് എന്നുള്ളതാണ്. ഇടുക്കി നിരന്തരം നിരവധി കായിക പ്രതിഭകളെ സൃഷ്ടിച്ചിട്ടുള്ള ജില്ലയാണ്. മലമടക്കുകളിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചുമക്കൾക്ക് കായിക പ്രതിഭകൾ ഉള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ദേവപ്രിയ എന്നുള്ളത്. ഇവിടെ അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ട്രോഫികൾ അത്രയും നിരത്തി കഴിഞ്ഞിരിക്കുന്നു അച്ഛൻ. നമുക്ക് കാണാം. ഇനി ഒരുപക്ഷെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ മികച്ച ഒരു സംവിധാനങ്ങളിലേക്ക്, സൗകര്യങ്ങളിലേക്ക് അവർക്ക് മാറാൻ കഴിയും. ഉടനെ തന്നെ വീട് നിർമ്മിച്ചു നൽകാനുള്ള ഒരുക്കങ്ങൾ CPM ജില്ലാ നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു മനോഹരമായ കാഴ്ച, ഒരു കൊച്ചുമിടുക്കൻ കൂടിയുണ്ട്. ദേവപ്രിയയുടെയും ദേവനന്ദയുടെയും കൊച്ചനുജൻ ദേവാനന്ദാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ തോന്നുന്നു ചേച്ചിമാരുടെ മത്സരമൊക്കെ? എങ്ങനെയുണ്ട്? സന്തോഷായ? ചേച്ചിമാര് വരുമ്പോ എന്നാ ഗിഫ്റ്റ് കൊടുക്കുക? ആണോ? മെഡൽ ഇട്ട് കൊടുക്കണം. ചേച്ചിമാര് യാത്ര എന്താ ഗിഫ്റ്റ് കൊടുക്ക വരുമ്പോ? ഉമ്മം കൊടുക്കോ? കവളത്തൊരു ഉമ്മം കൊടുക്കോ? മോനെ പേരെന്തെന്നാ? ദേവാനന്ദ്. മോനും വലുതാകുമ്പോ വലിയ മത്സരക്കാരനാവോ?
ആവും. ഇവിടെ ദേവപ്രിയയുടെ മുത്തശ്ശി കൂടിയുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ദൈവമേ, പിള്ളേർ ഇങ്ങനെ ഒരു നിലയിൽ വന്നത് ഭയങ്കര സന്തോഷം ഒത്തിരി. പിന്നെ ഞാൻ മുത്തശ്ശി എന്ന് പറഞ്ഞ മിസ്മിയുടെ അമ്മയാണ്. ഈ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ഇവിടെ വേറെ ആരുമില്ല, ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഈ പിള്ളേരുടെ ഈ വിജയം കണ്ടിട്ട് എനിക്ക് ഇതിന് ഒരു ഭയങ്കര സന്തോഷത്തിൽ ഞാനിവിടെ അങ്ങനെ നിന്ന് പോയി. ഇവിടെയൊക്കെ മുന്നിൽ ഒരു വലിയ ഭാവി ഉണ്ടാകാനുള്ള വളരെ സന്തോഷത്തിൽ അങ്ങനെയൊരു. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഈ ചെറിയ വീട്ടിലുള്ള ഈ കുടുംബം. ദേവപ്രിയയും ദേവാനന്ദും നല്ല നേട്ടം, ഇനിയും നേട്ടങ്ങൾ കൈവരിക്കട്ടെ. കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ വലിയ നേട്ടം. ഈ ചെറിയ സൗകര്യങ്ങളിൽ നിന്നാണ് ദേവപ്രിയയും ദേവനന്ദയും വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നത്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് ഇരുവർക്കും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് ജിമിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.